ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഞാൻ ഇന്നിവിടെ തുടങ്ങാൻ പോകുന്നത് നമ്മുടെ മറ്റേ പ്രോഗ്രാം ഇൻ സി നമുക്ക് തുടങ്ങുകയാണ്. S2-ൽ ഇമ്പോർട്ടൻ്റ് ആയൊരു പേപ്പറാണ്. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ നമുക്ക് തുടങ്ങാം. അടുത്ത അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പേര് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആർക്കിടെക്ചർ. അത് നമുക്ക് തുടങ്ങാം. ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും പറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ നമുക്ക് ഒരാളെ പരിചയപ്പെടാം. കമ്പ്യൂട്ടർ എന്താണെന്ന് നമുക്ക് പരിചയപ്പെട്ടാലോ? കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണിക് മെഷീനാണെന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ആ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് മെഷീൻ ദാറ്റ്സ് മേക്സ് പെർഫോമിങ് എനി ടാസ്ക് വെരി ഈസി. എനി ടാസ്ക് വെരി ഈസി. നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ അത് പെട്ടെന്ന് എളുപ്പമാണ്. ഇൻ കമ്പ്യൂട്ടർ ദ CPU എക്സിക്യൂട്ട് ഈച്ച് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡഡ് ടു ഇറ്റ് ആൻഡ് series steps. The series of steps is called machine cycle and is repeated for the each instruction. നമുക്ക് നോക്കാം. One machine cycle നമുക്ക് നോക്കിയാലോ. Fetching of instruction, decoding the instruction, operand fetching, executing the instruction. ഒരു ഇത് കഴിഞ്ഞു. അടുത്തതെന്ന് വെച്ചാൽ computer system has 5 basic units that helps the computer to perform operations which are given below. Input unit, output unit, storage unit, ALU എന്ന് പറയുന്നത് നമ്മുടെ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. പിന്നെയാണ് വരുന്നത് കൺട്രോൾ യൂണിറ്റ്. നമ്മൾ ഇനി അടുത്ത് ഇൻപുട്ട് യൂണിറ്റിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? Input unit connects the external environment with internal computer system. It provides data and instructions to the computer system. Commonly used input devices are keyboard, mouse, magnetic tape, etc. ഇത്രേ വരൂ. അടുത്ത input unit performs following task. Accept the data and instruction from the outside environment, convert it into machine language, supply the converted data to computer system. ഇതൊക്കെയാണ് മൂന്ന് പേരെ നോട്ട് ചെയ്ത് വെച്ചോളണം എല്ലാവരും, ഈ 3 കാര്യങ്ങൾ. അടുത്തതാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇറ്റ് കണക്ട്സ് ദ ഇൻറ്റേർണൽ സിസ്റ്റം ഓഫ് എ കമ്പ്യൂട്ടർ ടു ദ എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ്. എൻ്റെ അമ്മോ. It provides the results of any computation or instructions to the outside world. Some output devices are printers, monitor, etc. അടുത്തതാണ് നമ്മുടെ പുതിയൊരു ചേട്ടനെ പരിചയപ്പെടുകയാണ്. ആ ചേട്ടൻ്റെ ഫാമിലിയിലെ കുറച്ച് മെമ്പേഴ്സിനെ നമ്മൾ പരിചയപ്പെടും. ആ ചേട്ടനെ നമ്മൾ വിളിക്കുകയാണ് സ്റ്റോറേജ് യൂണിറ്റ്. The unit holds the data and instructions. The also stores the intermediate results before these are sent to the output devices. It also stores the data for later use. The storage unit of a computer system can be divided into 2 categories. Primary and secondary. പ്രൈമറി എന്ന് പറയുന്ന നമ്മുടെ ചേട്ടനെ വിളിക്കാം. പ്രൈമറി ചേട്ടനെയും വിളിക്കാം. നമുക്കൊന്ന് ആ ചേട്ടനെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പരിചയപ്പെടാം, ആ ചേട്ടൻ്റെ ഫാമിലിയെ പറ്റി. ദ മെമ്മറി ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ഡേറ്റ വിച്ച് ഈസ് ബീയിങ് കറൻ്റ്ലി എക്സിക്യൂട്ടഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഡേറ്റ. ദ ഡേറ്റ ഈസ് ലോസ്റ്റ് വെൻ ദ കമ്പ്യൂട്ടർ ഈസ് സ്വിച്ച്ഡ് ഓഫ്. അത് ഓഫ് ആവും. RAM is used as primary storage memory. Random access memory primary storage memory ആയിട്ട് യൂസ് ചെയ്യും. ഈ ചേട്ടൻ്റെ വേണ്ടപ്പെട്ട ഒരാളാണ്, റിലേഷനിലുള്ള ആളാണ് പ്രൈമറി സ്റ്റോറേജിൽ. അടുത്ത ചേട്ടനെ നമ്മൾ പരിചയപ്പെടുകയാണ് സെക്കൻഡറി സ്റ്റോറേജ്. സെക്കൻഡറി സ്റ്റോറേജ് എന്ന് വെച്ചാൽ ഇൻ അഡീഷൻ ടു RAM every computer also has another storage drive that's used for storing information on a long-term basis, and this is known as secondary storage. Any file you create or download is saved to the computer's secondary storage.
There are two types of storage. Device used as secondary storage. In computers, HDD, hard disk drive, SSD, solid state drive. നമ്മൾ രണ്ടുപേരും വേണ്ടപ്പെട്ടവരാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ അമ്മോ, while HDDs are the more traditional of the two traditional HDDs, പിന്നെ SSDs are fast overtaking HDD. എന്ത് ചെയ്യാൻ പറ്റും? SSD ആണ് ബെറ്റർ എന്നാണ് ആ ചേട്ടൻ പറയുന്നത്. HDD ആസ് പ്രിഫേർഡ് വൺ ഫോർ സെക്കൻഡറി സ്റ്റോറേജ്. നമുക്കൊന്ന് SSD ഒന്ന് പരിചയപ്പെടാം. SSDയെ നമുക്കൊന്ന് നമ്മളെ ഒരു കൂട്ടുകാരനാണ് SSD. എൻ്റെ അമ്മോ, അവനെ ഒന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽ എടുത്ത് പഠിക്കുകയാണ്. അഡ്വാൻറ്റേജും എല്ലാം കൂടി നമ്മളൊന്ന് പരിചയപ്പെടുകയാണ് അവരെ ഫാമിലിയെ പറ്റി. ആൻഡ് SSD is a storage medium that uses non-volatile memory to hold and access data. Unlike a hard drive, an SSD has no moving parts. എൻ്റെ അമ്മോ, SSD has no moving parts. എൻ്റെ അമ്മോ, എന്തൊരു കഷ്ടം. Advantage: faster access time, noiseless operation, higher reliability, low power consumption. ഇനി അടുത്തതാണ് HDD എന്ന് പറയുന്ന ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. ആ ചേട്ടൻ്റെ പേര് പരിചയപ്പെടുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. എ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, സംടൈംസ് abbreviated as a hard drive, HD or HDD, is a non-volatile data storage device. It is usually installed internally in a computer attached directly to the disk controller of the computer's motherboard എന്ന് പറയുന്നത് CPU. എന്ത് ചെയ്യാം? ഇനി അടുത്ത ALUയിലേക്ക് കയറാം. പിന്നെ all the calculations are performed ALU of the computer system. The ALU can perform basic operations such as addition or subtraction, division, multiplication. അങ്ങനെ കുറേ അണ്ണന്മാരെ നമ്മൾ ALU വഴി നമ്മൾ നോക്കും ഓപ്പറേഷൻസ്. എൻ്റെ അമ്മോ, whenever calculations are required, the control unit transfer the data from storage unit of ALU. When the operations are done, the result is transferred back to the storage unit. നമുക്കൊന്ന് കൺട്രോൾ യൂണിറ്റ് ഒന്ന് പരിചയപ്പെട്ടുകളാം. എൻ്റെ അമ്മോ, കൺട്രോൾ യൂണിറ്റേ വാ. ഇറ്റ് കൺട്രോൾസ് all other units of the computer. It controls the flow of data, instructions to and from the storage unit to ALU. എൻ്റെ അമ്മോ, it is also known as central nervous system of the computer. എൻ്റെ അമ്മോ, നമുക്ക് കളി നോക്കാം. ഇൻപുട്ട് വഴി സിഗ്നൽ കയറുന്നു. എൻ്റെ അമ്മോ, കറണ്ട് കൊടുക്കുന്നു. മെമ്മറി യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റിൽ പോണ ALU. നമ്മൾ ആ ബന്ധം കണ്ട CPU-നകത്തുള്ള 3 അണ്ണന്മാർ. എന്നിട്ട് അവിടെ നിന്ന് സിഗ്നൽ ഔട്ട്പുട്ടിലേക്ക് സ്ക്രീനിലേക്ക് എത്തുന്നു, നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നു. നമുക്കിനി നമ്മൾ ബ്രെയിനകത്തേക്ക് കയറുകയാണ്. CPU എന്ന് പറയുന്ന ബ്രെയിനകത്തേക്ക് നമ്മൾ കയറുകയാണ്. സർജറി ചെയ്യാൻ പോവുകയാണ്. CPU, a processor, is an integrated electric circuit that performs a calculation that run a computer. A processor performs arithmetical, logical, input-output and other basic instructions that are passed from an operating system. Most other processes are dependent on the operations of a processor. The terms processor, CPU and microprocessor are commonly linked. A processor, a CPU, the logic circuitry that responds to and process the basic instructions that drive a computer. The CPU is seen as the main and most crucial integrated circuitry chip, IC chip, in a computer, as it is responsible for
interpreting most of the computer's commands. എൻ്റെ അമ്മോ അടുത്തത് CPUs will perform most basic ALU and input-output operations as well as allocate commands for other chips and components running a computer. നമ്മുടെ അടുത്ത ആളിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. അടുത്ത term processor is used interchangeably with the term central processing unit. Although strictly speaking the CPU is not only processor in a computer. എൻ്റെ അമ്മോ അടുത്ത നമ്മളൊരു ചേട്ടനെ പരിചയപ്പെടുക. GPU graphics processing unit is the most notable example, but the hard drive and other devices within a computer also perform some processing independently. And nevertheless, the term processor is generally understood to mean the CPU. എൻ്റെ അമ്മോ processors can be found PCs, smartphones, tablets and other computers. എൻ്റെ അമ്മോ ഇത്രയും കാര്യങ്ങളാണല്ലോ. അടുത്ത നമ്മൾ രണ്ടുപേരെ പഠിക്കുന്നു. Intelലും AMD. Intelലും the two main competitors in the processor market are Intel and AMD. ഇവർ തമ്മിൽ എപ്പോഴും മത്സരമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ മത്സരിച്ചോട്ട് അത് അറിയണം എല്ലാവരും, IT ആൾക്കാരെല്ലാം. എൻ്റെ അമ്മോ CPU is the brain of computer system. നേരത്തെ പറഞ്ഞ ഡയലോഗ്. ഇറ്റ് പെർഫോംസ് ഫോളോയിങ് ടാസ്ക്. ആ 3 കാര്യങ്ങൾ എല്ലാവരും ഓർമ്മിച്ച് വയ്ക്കുക. ഇറ്റ് പെർഫോംസ് ഓൾ ഓപ്പറേഷൻസ്, ഇറ്റ് ടേക്സ് ഓൾ ഡിസിഷൻസ്, ഇറ്റ് കൺട്രോൾസ് ഓൾ ദ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. എൻ്റെ അമ്മോ ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, സ്റ്റോർ. എന്ത് ചെയ്യാം? നമുക്ക് എക്സിക്യൂട്ടിംഗ് എന്ന് നമുക്ക് നോക്കിയാലോ. എക്സിക്യൂട്ടിംഗ് a single instruction consists of a particular cycle events: fetching, decoding, executing and storing. For example, to do the add instruction, the CPU must fetch, get the instruction from memory in the processor, decode, internally decode what it has to do. Example addition ആണ്. Execute, take values from the registers, actually add them together. Store the result back into another register. എന്ത് ചെയ്യാം? അടുത്തതാണ് നമ്മൾ അറിയപ്പെടാൻ പോണ ആൾക്കാർ. The basic elements of a processor include the arithmetic logic unit ALU, which carries out arithmetic and logic operations on the operands in instructions. The floating point unit, also known as math coprocessor or numeric coprocessor, a specialized coprocessor that manipulates numbers more quickly than the basic microprocessor circuitry can. Registers, which hold instruction and other data. Registers supply operands to the ALU and store the results of the operations. L1 and L2 cache memory. Their inclusion in the CPU saves time compared to having to get data from random access memory RAM. Most processors today are multi-core, which means that the IC contains 2 or more processors for enhanced performance, reduced power consumption and more efficient simultaneous processing of multiple tasks. Most computers may have 2 4 cores. However, this number can increase up to 12 cores. For example, if a
CPU can only process a single set of instructions at one time, then it is considered as a single core processor. If a CPU can process the two sets of instructions at a time, it is called a dual core processor. Fourth set would be considered a quad core process. കണ്ടാ മദർ ബോർഡ്, നമ്മൾ മദർ ബോർഡിനകം കണ്ടിട്ടില്ല എന്നുള്ള ആഗ്രഹം ഞാൻ സാധിച്ചു തന്നിട്ടുണ്ട്. കണ്ട ഓരോ കാര്യമാണ്. നോർത്ത് ബ്രിഡ്ജ്, സൗത്ത് ബ്രിഡ്ജ്, അങ്ങനെ കുറേ കണ്ട. PCI സ്ലോട്ട്, CMOS ബാക്കപ്പ് ബാറ്ററി കണ്ട. കണക്റ്റേഴ്സ് ഫോർ ഇൻ്റഗ്രേറ്റഡ് പെരിഫറൽസ് കണ്ട, കണക്ട് ചെയ്യാനുള്ള. CPU സോക്കറ്റ്, CPU ഫാൻ ആൻഡ് ഹീറ്റ് സിങ്ക് മൗണ്ടിങ് പോയിൻറ്റ്സ്. എൻ്റെ അമ്മോ 20 pin ATX പവർ കണക്റ്റർ, ഡ്രാം മെമ്മറി സ്ലോട്ട്, ID കണക്റ്റർ, നോർത്ത് ബ്രിഡ്ജ്. ഇത്രയും കാര്യങ്ങൾ കണ്ടല്ലോ. മദർ ബോർഡ് നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്കടുത്ത മെമ്മറി എന്ന് പറയുന്ന ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. ടൈപ്സ് ഓഫ് മെമ്മറി. ദ മെമ്മറി ഈസ് ദ മോസ്റ്റ് എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം because without it computer can perform simple tasks. Computer memory is of two basic type. Primary memory RAM and ROM, random access memory, read only memory. Secondary memory hard drive, CD etc. എൻ്റെ അമ്മോ, random access memory, RAM is a primary volatile memory and read only memory is primary non-volatile memory. എൻ്റെ അമ്മോ, റാം ആണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് ആണ് നമുക്ക് പരിചയപ്പെടാം. ദ ടേം റാം ഈസ് ഷോർട്ട് ഫോർ റാൻഡം ആക്സസ് മെമ്മറി or random access memory. The RAM is where the data the computer is working on is stored while the computer is running. Actually, the program is also loaded into RAM before being executed. The both program and data is stored RAM while the program is being executed. The RAM is typically cleared when our computer is reset or shut down. Thus, the data stored in RAM does not survive computer restarts. DRAM, SRAM. എൻ്റെ അമ്മോ, ഈ ക്ലാസിഫിക്കേഷനും ചിലപ്പോൾ ചോദിക്കാം. നിങ്ങളിതും പഠിച്ചു വെച്ചോ. നമുക്ക് DRAM എന്ന് വെച്ചാൽ എന്നാ പരിചയപ്പെടാം. Constructed of tiny capacitors that leak electricity, requires a recharge every few milliseconds to maintain its data. Inexpensive, slower than SRAM, can store many bits per chip, use less power, generates less heat, used for main memory. Constructed of circuits similar to D flip flop ആണ് SRAMൽ. നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പുകളിൽ D flip flop വെച്ചുള്ള കളിയാണ്. Hold its content as long as power is available. എക്സ്പെൻസീവ് ആണ്, അപ്പുറത്ത് ഇൻഎക്സ്പെൻസീവ്. എൻ്റെ അമ്മോ, ഫാസ്റ്റർ ദാൻ DRAM, cannot store many bits per chip, use more power, അപ്പുറത്ത് പവർ കുറവാണ്. generates more heat, അപ്പുറത്ത് ഹീറ്റും കുറവാണ്. used for catch, മെമ്മറി ക്യാച്ച് ചെയ്യുന്നു. നമുക്ക് റീഡ് ഓൺലി മെമ്മറി നോക്കാം. എൻ്റെ അമ്മോ, നമ്മൾ റീഡ് ഓൺലി മെമ്മറി കൂടി നമുക്ക് പരിചയപ്പെടാം. നമുക്ക് സ്റ്റോർസ് ക്രൂഷ്യൽ ഇൻഫർമേഷൻ എസെൻഷ്യൽ ടു ഓപ്പറേറ്റ് ദ സിസ്റ്റം, ലൈക്ക് ദ പ്രോഗ്രാം എസെൻഷ്യൽ ടു ബൂട്ട് ദ കമ്പ്യൂട്ടർ. ഇറ്റ്സ് നോട്ട് വോളറ്റൈൽ, ഓൾവേസ് റിട്ടേൺസ് ഇറ്റ്സ് ഡേറ്റ. യൂസ്ഡ് ഇൻ എംബഡഡ് സിസ്റ്റം or where the programming needs no change. Use in calculators and peripheral devices. ROM is further classified into 4 types: ROM, PROM,
EEPROM and EEPROM. എൻ്റെ അമ്മോ, പ്രോം എന്ന് വെച്ചാൽ പ്രോഗ്രാമുകൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ്. നമുക്ക് അതിനെ വ്യക്തമായിട്ട് വിശദമായിട്ട് പരിചയപ്പെടാം. ഇറ്റ് ക്യാൻ ബി പ്രോഗ്രാംഡ് ബൈ യൂസർ. വൺസ് പ്രോഗ്രാംഡ് ദ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ്. EEPROM ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. എൻ്റെ അമ്മോ, അടുത്ത ഇറ്റ് ക്യാൻ ബി റീപ്രോഗ്രാംഡ്. എൻ്റെ അമ്മോ, ടു ഇറേസ് ഡേറ്റ ഫ്രം ഇറ്റ് എക്സ്പോസ് ഇറ്റ് ടു അൾട്രാവയലറ്റ് ലൈറ്റ്. ടു റീപ്രോഗ്രാം ഇറ്റ് എറേസ് all the previous data. All the previous data. ഇടയ്ക്ക് ടെക്നിക്കൽ പ്രോബ്ലം വന്ന് ക്ഷമിക്കണം. ഈ പ്രോഗ്രാം ഇലക്ട്രിക്കൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. And the data can be erased by applying electric field. No need of ultraviolet light. We can erase only portions of the chip. എൻ്റെ അമ്മോ, എല്ലാവരെയും പരിചയപ്പെട്ടു നമ്മൾ. ഹാർഡ് ഡിസ്ക് കഴിഞ്ഞു, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് കഴിഞ്ഞു, വെബ് ക്യാം, എല്ലാവരെയും പരിചയപ്പെടുന്നു. നമ്മൾ വിചാരിച്ച പോലെയല്ല ഇത്രയും അണ്ണന്മാർ. നമ്മളിതൊക്കെ കടക്കും, നമ്മളൊന്ന് പറയുന്നു. എന്തായാലും ഹാർഡ് ഡിസ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹാർഡ് ഡിസ്ക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡിവൈസ്. Hard disk is a device that can store data, have the data, survivor power off and resets of the computer. Data stored on a hard disk can be read at a later point, no matter how long time the computer has been powered off, provided that the computer and hard disk is still working at the time it is again powered on. The hard disk is where you normally store your documents and files. It is also on the hard disk that the computer's operating system is stored and where the programs you have installed on the computer are stored. The hard disk is also where your own programs are stored. When the computer is told to execute a program, it loads the program from the hard disk into the RAM and executes it from there. Programs can also read from and write to the hard disk. For instance, the program Microsoft Word can read and write Word documents from and to the hard disk. എൻ്റെ അമ്മോ, ഇൻപുട്ട് ഡിവൈസസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമുക്ക് അതിനെ പറ്റി പറയാം. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. മോണിറ്റർ, പ്രൊജക്ടർ, സ്പീക്കേഴ്സ്. മോണിറ്റർ സ്ക്രീനാണ് എല്ലാവർക്കും അറിയാവുന്നത്. ഈ കാര്യങ്ങൾ നമുക്കൊന്ന് വ്യക്തമായിട്ട് an output device എന്ന് വെച്ചാൽ an output device can receive data from another device and generate output with that data, but it cannot send data to another device. Example of output devices include the following. Monitor receives data from a computer and displays that information as text and images for users to view. It cannot accept data from the user and send that data to another device. Projector എല്ലാവർക്കും അറിയാവുന്നതാണ്. Receives data from computer output and displays or projects that information as text images onto a surface like a wall or a screen. It cannot accept data from a user and send that data to another device. നമ്മൾ ഇൻപുട്ട് ഡേറ്റ CD, USB ഫ്ലാഷ് ഡ്രൈവ്, സിസ്റ്റം സോഫ്റ്റ്വെയറിനെ പറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. സോഫ്റ്റ്വെയർ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കാം. Software is a collection of instructions that enables that user to interact with a computer, its hardware or
perform tasks. Without software, most computers would be, for example, without your internet browser software, you ഇത് ഇടയ്ക്കിടയ്ക്ക് ടെക്നിക്കൽ പ്രോബ്ലം വരുന്നത്, ക്ഷമിക്കണം എല്ലാവരും. നമ്മൾ ഇൻ്റർനെറ്റ് അങ്ങ് തുടങ്ങി വെച്ചിട്ടങ്ങ് ഞാൻ നിർത്താമെന്ന് വയ്ക്കുന്നു. ഇൻ്റർനെറ്റ് ബ്രൗസർ software, you could not surf the internet without an operating system. The browser could not run on your computer. എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പൈലേഴ്സ്, ഇൻ്റർപ്രിറ്റേഴ്സ്, അസംബ്ലേഴ്സ്. എക്സാമ്പിൾ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ റെയിൽവേ റിസർവേഷൻ സോഫ്റ്റ്വെയർ, മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ട് സോഫ്റ്റ്വെയർ, മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ്, ലിനക്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അതിനെപ്പറ്റി വിശദമായിട്ട് കമ്പൈലറിനെയും പറ്റി നമ്മൾ പഠിക്കുന്നതാണ് അടുത്ത ക്ലാസ്സിൽ. അടുത്ത ക്ലാസ് തൊട്ട് നല്ലൊരു പോർഷൻ തുടങ്ങുന്നതുമാണ്. നല്ല പോർഷൻ അതിൻ്റെ കൂടെ തന്നെ തുടങ്ങും. പ്രോഗ്രാമിങ്ങും പറയുന്നതുമാണ്. നമ്മൾ ഇന്ന് തിയറി കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ ഇത് നോട്ട്സായിട്ട് എല്ലാവരും എഴുതുക. എൻ്റെ റിക്വസ്റ്റാണ്. എല്ലാവർക്കും പഠിക്കാനും എളുപ്പമാണ്. പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതുമാണ്. താങ്ക് യു വെരി മച്ച് ഫ്രണ്ട്സ്.